ഹലോ, ഈ ഷോർട്സ് എന്ന് പറയുന്നത് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ട്. കർക്കിടക വാവിൻ്റെ തലേദിവസമാണ് ഞാൻ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. അച്ഛൻ ഇത്തവണയും ബലിയിടുന്നുണ്ടായിരുന്നു. ഞാൻ എല്ലാ കർക്കിടക വാവിനും വീട്ടിലുണ്ടാവും. സോ ഇത്തവണയും ഞാൻ വന്നു. എന്നെ രാവിലെ തന്നെ അച്ഛൻ പിക്ക് ചെയ്യാൻ വന്നിരുന്നു കാറിൽ. കാരണം മഴയായിരുന്നു. അമ്മ എന്നെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുറേ നാളിന് ശേഷമാണ് ഞാനും വീട്ടിലേക്ക് വരുന്നത്. സോ അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഞാൻ നേരെ പോയി കുളിച്ച് ഫ്രഷായി പൂജാമുറിയിൽ വന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഞാൻ മോർണിംഗ് എണീറ്റ് ഫ്രഷ് ആയതിനു ശേഷം ആദ്യം ചെയ്യുന്നത് ചായ കുടിക്കുന്ന കാര്യമാണ്. സോ അമ്മയ്ക്കത് അറിയാമെന്നുള്ളതുകൊണ്ട് അമ്മ ചായയൊക്കെ ചൂടാക്കി വെച്ചിരുന്നു. ദെൻ അച്ഛൻ നാമം ജപിക്കുകയാണ്. ഇത്തവണ രാമായണ മാസമായതുകൊണ്ട് രാമായണമൊക്കെ അമ്മയും അച്ഛനും വായിക്കുന്നുണ്ട്. ദെൻ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ചപ്പാത്തി പൊട്ടറ്റോ കറി സാലഡായിരുന്നു. ഞാനത് വളരെ സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുകയാണ്. കാരണം കുറേ നാളെ ഇങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട്. ദെൻ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നേരെ പുറത്തോട്ട് പോവുകയാണ്. പച്ചക്കറിയും കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു. കാരണം കർക്കിടക വാവിൻ്റെ അന്ന് സദ്യ വയ്ക്കുന്നുണ്ട്. സോ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടാണ് പുറത്തോട്ട് മെയിൻലി പോകുന്നത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. നോർമലി വെള്ളായണിയിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് ആണ് കിട്ടാറ്. പക്ഷെ ഞങ്ങൾ മെയിനായിട്ടും ഇവിടെ നിന്നാണ് വാങ്ങിക്കാറ്. അങ്ങനെ പച്ചക്കറി എല്ലാം വാങ്ങിച്ചു. നേരെ ബില്ലിടാൻ വേണ്ടിയിട്ട് അച്ഛൻ പോയിരിക്കുകയാണ്. ദെൻ അതെല്ലാം എടുത്ത് കാറിൽ വെച്ചിട്ട് ഞങ്ങൾ നേരെ പോകുന്നത് ഫുഡ് കഴിക്കാനാണ്. എപ്പോഴും പോകുന്ന പോലെ തന്നെ വൈറ്റ് ഡാമറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ദെൻ ഫുഡൊക്കെ കഴിച്ചു. നേരെ സ്റ്റൈൽ പ്ലസിലേക്കാണ് പിന്നീട് പോയത്. കാരണം എനിക്കും അമ്മയ്ക്കും കുറച്ച് കോസ്മെറ്റിക്സ് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ ഒരു നോസ്പിൻ കൂടെ വാങ്ങി. ദെൻ ഞങ്ങൾ താഴെ ഇറങ്ങിയപ്പോൾ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് വെട്ടുകാട് പള്ളിയിലാണ്. അവിടെ മെഴുകുതിരിയൊക്കെ കത്തിച്ചതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് അവിടെ തന്നെ വെട്ടുകാട് ബീച്ചിലേക്കാണ്. നോർമലി ഞങ്ങൾ ഈവനിങ് നൈറ്റ് ടൈമിലാണ് വെട്ടുകാട് ചർച്ചിൽ വരാറ്. പക്ഷേ ഇത്തവണ മോർണിംഗ് വന്നതുകൊണ്ട് തന്നെ ബീച്ചിലേക്കൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് അച്ഛൻ പറഞ്ഞു. അങ്ങനെ അവിടെയൊക്കെ പോയതിന് ശേഷം പിന്നീട് പോയത് ഹൽവ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ബാലാജി കഫേ എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ് പോയത്. ട്രിവാൻഡ്രത്തുള്ളവർക്കെല്ലാം ഈ ഒരു ഷോപ്പ് വളരെ നന്നായിട്ട് അറിയാം. ഭയങ്കര ഫേമസ് ആണ്. നല്ല ടേസ്റ്റി ഹൽവ അവിടെ നിന്ന് കിട്ടും. ദെൻ ഞങ്ങൾ നേരെ പോയത് അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്ത കുറച്ച് ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങൾ എപ്പോഴും വെറൈറ്റി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലാണ് കൊടുക്കാറ്. ആൻറ്റി നല്ലപോലെ സ്റ്റിച്ച് ചെയ്ത് എനിക്ക് തരും. എനിക്കും അമ്മയ്ക്കും എല്ലാം നല്ല പെർഫെക്റ്റ് ആയിരിക്കും. ദെൻ ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. സോ അത്രയേ ഉള്ളൂ. ബൈ.